Hi everyone, എൻ്റെ പേര് മാളവിക ജോൺ. Welcome to CLIMAX CINEMAS. ഞാൻ ഇന്ന് നിൽക്കുന്നത് അടൂറിൻ്റെ അടുത്തുള്ള നൂറനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ക്ലൈമാക്സ് സിനിമാസിൻ്റെ ലേറ്റസ്റ്റ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ പിറകിൽ കാണുന്ന ഈ വളരെ ഭംഗിയുള്ള വീട്ടിലാണ്. വീടിൻ്റെ ഓണർ മിസ്റ്റർ രഞ്ജിത്ത് സാറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ എങ്ങനെ മീറ്റ് ചെയ്തു എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഡൈവ് ഇൻടു ഇറ്റ്. ആദ്യം ഈ തിയേറ്ററിൽ കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ മെയിൻ കോമ്പണൻറ്റ് അഥവാ ഹാർട്ട് ഓഫ് ദ തിയേറ്റർ എന്ന് പറയുന്ന AVR നമുക്ക് പരിചയപ്പെടാം. മറാൻസിൻ്റെ പുതിയ വേർഷനിൽ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന സിനിമ 50 ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്പെക്സ് ഒക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. AVRന് അപ്പുറമായിക്കോട്ടെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ഡെഫിനിറ്റീവ് ടെക്നോളജീസിൻ്റെ സ്പീക്കേഴ്സ് ആയിക്കോട്ടെ, സബ് വൂഫേഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് പ്രോഡക്റ്റ് സെലക്ഷൻ നടത്തിയിട്ടുള്ളത്. ഇനി വിഷ്വലി പറയുവാണെങ്കിൽ ഇത് ബോത്ത് ലക്ഷറിയസുമാണ്, അതുപോലെ തന്നെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡുമാണ്. ഇനി നമുക്ക് ഹാർട്ട് ഓഫ് ദ തിയേറ്റർ എന്ന് പറയുന്ന മറാൻസ് സിനിമ 50യുടെ AVRനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. 9.4 ചാനൽ ആംപ്ലിഫിക്കേഷൻ ആണ് ഈ ഒരു AVR കാഴ്ചവെക്കുന്നത്. എക്സ്റ്റേണൽ ആംപ്ലിഫയർ ഉപയോഗിച്ച് 11.4 ചാനൽ സപ്പോർട്ടും നൽകുന്നുണ്ട്. 110 വാട്ട്സ് പെർ ചാനൽ ഓൺ ടു 8 ohms ആണ് പവർ ഡെലിവറി. 4 സബ് വൂഫറും 8K ഇൻപുട്ട് ഔട്ട്പുട്ടും ഡോൾബി വിഷൻ, ആറ്റ്മോസ്, DTS-X, HDR10 എന്നിങ്ങനെ എല്ലാം പുതിയ ടെക്നോളജീസും നിറഞ്ഞ ഒരു വണ്ടർഫുൾ AVR ആണ് മറാൻസ് സിനിമ 50. ഒഡിസി കാലിബ്രേഷൻ്റെ കൂടെ റൂമിൻ്റെ അക്യൂസ്റ്റിക് ട്യൂണിംഗ്, ബേസ് ട്യൂണിംഗ് എന്നിവയ്ക്ക് വേണ്ടി ഡിറാക്ട് ലൈവും മറാൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ വിഷ്വൽ ആൻഡ് ലൈറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. 4 തരം ലൈറ്റിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സീലിംഗിൽ കാണാൻ പറ്റുന്ന വാം സ്പോട്ട് ലൈറ്റ്സ്, വാം അണ്ടർഗ്ലോ ലൈറ്റ്സ്, സൈഡ് വാൾ പ്രൊഫൈൽസിൽ കാണാൻ പറ്റുന്ന RGBWയുടെ മൾട്ടി കളർ ലൈറ്റ്സ്, അതുപോലെ തന്നെ പ്രൊജക്ടർ സ്ക്രീൻ ബാക്ക് ലിറ്റ് ലൈറ്റ്സ് ആൻഡ് ലാസ്റ്റ്ലി സീലിംഗിൽ കാണാൻ പറ്റുന്ന ഓപ്റ്റിക്കൽ ഗാലക്സി ലൈറ്റ്സ്. ഈ സൈഡിൽ കാണാൻ പറ്റുന്ന RGBW മൾട്ടി കളേഴ്സ് നമ്മൾക്ക് സിനിമ കാണുമ്പോൾ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പാട്ട് എൻജോയ് ചെയ്യുമ്പോഴാണെങ്കിലും നല്ലൊരു വൈബ് അല്ലെങ്കിൽ നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സീലിംഗിൽ കാണുന്ന വാം സ്പോട്ട് ലൈറ്റ്സ് ഒരു കോസി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കും. പിന്നെ ഗാലക്സി ഓപ്റ്റിക്കൽ ലൈറ്റ്സ് ആണെങ്കിൽ നിങ്ങളെ വേറൊരു നക്ഷത്രങ്ങളുടെ ലോകത്തിലേക്ക് തന്നെ സഞ്ചരിപ്പിക്കുകയും ചെയ്യും. ഈ ലൈറ്റിംഗ് എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ പാലറ്റിലാണ്. ഈ ഹോം തിയേറ്ററിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ പറ്റുന്ന ഗ്രേ കളറും ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത് ബ്ലാക്ക് കളറുമാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്രീനിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ഡാർക്ക് കളേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ലൈറ്റ്സ് ഒക്കെ നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആയിരിക്കും ഈ ഒരു റൂമിൻ്റെ ഫീൽ. അതുപോലെ തന്നെ ഈ റൂമിൻ്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്ന AVR റാക്ക് നമ്മൾ ഈ റൂമിൻ്റെ ഫുൾ വിഡ്ത്ത് സ്പാനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ വാം ഡൗൺ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി സ്മാർട്ട് ഓട്ടോമേഷനെ കുറിച്ച് സംസാരിക്കാം. തിയേറ്റർ ചെയ്യുന്ന പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഓട്ടോമേഷൻ്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ഈ വീട് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. ഈ ഒരു തിയേറ്ററിൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന എക്വിപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, റിക്ലൈനർ സീറ്റ്സ്, AC, പ്രൊജക്ടർ, ഓൾസോ ഈച്ച് ലൈറ്റിംഗ്, ഇതൊക്കെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. സീൻ ചേഞ്ച് ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു റൂമിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾക്ക് സീൻ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു മോഡ്യൂളും കാണാൻ പറ്റും. ആ ഒരു സീംലെസ് എക്സ്പീരിയൻസിന് വേണ്ടി US ബേസ്ഡ് ബ്രാൻഡായ സവാന്തിൻ്റെ റിമോട്ട് കൺട്രോളർ ഓൾസോ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ കെയർഫുള്ളി ചെയ്തിട്ടുള്ള ഡിസൈനിനെ കുറിച്ച് സംസാരിക്കാം. ഈ റൂമിൻ്റെ ഡയമെൻഷൻസ് വരുന്നത് 18 ലെങ്ത്തും 14 വീതിയുമാണ്. ഈ കംപ്ലീറ്റ് റൂം നമ്മൾ സൗണ്ട് പ്രൂഫ് ചെയ്യാനായിട്ട് റോക്ക് വൂൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു ലെയർ സീൽ ചെയ്യാനായിട്ട് ഡ്രൈ വോൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കളർ പാലറ്റ് വരുന്നത് ഗ്രേ ആൻഡ് ബ്ലാക്ക് ആണ്. അതിൽ നിങ്ങൾക്കൊരു ട്രയാങ്കിൾ ആൻഡ് ജിയോമെട്രിക് ഷേപ്പിലുള്ള ഡിസൈൻസും കാണാൻ സാധിക്കും. ഇനി അക്കൂസ്റ്റിക് ട്രീറ്റ്മെൻറ്റ്സിലേക്ക് വരുമ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പോളി ഫൈബർ ഫിൽഡ് അക്കൂസ്റ്റിക് ഫാബ്രിക് ആണ്. സൗണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക്കിൻ്റെ അടിയിൽ സ്ലാറ്റ് പാനൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ലൈറ്റിങ്ങിന് വേണ്ടി ഒരു ചെറിയ എലിവേഷനും കൂടെ കാണാൻ പറ്റും. സീലിംഗ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് പോളി ഫൈബർ, ജിപ്സം, പെറ്റ് പാനൽ എന്നിവ ഉപയോഗിച്ചിട്ടാണ്.
ആണ്. പിന്നെ ഫിനിഷിങ്ങിന് വേണ്ടി ഫാബ്രിക്കും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. വാൾ ഡിസൈൻ കണ്ടിന്യൂസ് ആയി ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ തന്നെയാണ് സീലിംഗിലും കാണാൻ കഴിയുന്നത്. ഫ്ലോർ കംപ്ലീറ്റ്ലി സൗണ്ട് പ്രൂഫ് ചെയ്തതിന് ശേഷം കാർപ്പറ്റ് യൂസ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റും ചെയ്തിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ ഒരു ലക്ഷറി ഫീൽ നൽകുന്ന ലഷ് ബ്ലാക്ക് കാർപ്പറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് ഈ ബാക്കിൽ കാണുന്ന സ്റ്റെപ്പ് റൈസർ ഉൾപ്പെടെ എല്ലായിടത്തും കാണാം. പെറ്റ് പാനൽസ്, ഫാബ്രിക്, പോളിഫൈബർ, സ്ലാറ്റ് പാനൽസ് ഇതൊക്കെ മെറ്റിക്കുലസ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളിലും ക്ലൈമാക്സ് സിനിമാസ് ഈ ഒരു റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി അക്കൂസ്റ്റിക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് കീപ്പപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഇവിടെ നൽകിയിരിക്കുന്ന സ്പീക്കേഴ്സിൽ നിന്ന് മാക്സിമം ഇമേഴ്സീവ്നെസ് നേടുക എന്നതാണ് ഈ ഒരു ഡിസൈനിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ളൊരു സെഗ്മെൻറ്റിലേക്ക് പോകാം, അതായത് ടെക്നിക്കൽ ആസ്പെക്റ്റ്, സ്പീക്കേഴ്സ്, സബ് വൂഫേഴ്സ്, ഓൾ ഓഫ് ഇറ്റ്. സോ ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്പീക്കേഴ്സ് ആയിക്കോട്ടെ, സബ് വൂഫേഴ്സ് ആയിക്കോട്ടെ, ഇതൊന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. ഇതൊക്കെ കൺസീൽഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലും ഒരു സ്പീക്കേഴ്സും കാണാൻ പറ്റാത്തത് കൊണ്ട് സൗണ്ടിൻ്റെ കാര്യത്തിൽ വെർച്വലി സറൗണ്ട് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്നത്. ഇനി സ്പീക്കേഴ്സിലേക്ക് കടക്കുമ്പോൾ ഫ്രണ്ടിലെ സ്പീക്കർ ഡെഫിനിറ്റീവ് ടെക്നോളജിയുടെ UIW RLS 3 ആണ്. They feature a driver complement of 1-inch tweeter, 2 5.25-inch mid-woofers, 2 5.25-inch bass radiators. Sensitivity വരുന്നത് 92 dB ആണ്. Frequency response from 24 Hz to 30,000 Hz. Nominal impedance is of 8 ohms. The main surround and back surround speakers ആയി വെച്ചിരിക്കുന്നത് ഡെഫിനിറ്റീവ് ടെക്നോളജിയുടെ UIW RSS 3 ആണ്. Equipped with 2 1-inch tweeters, 2 3.5-inch mid-woofers, 2 3.5-inch bass radiators. Sensitivity is 92 dB. Frequency response is from 40 Hz to 30,000 Hz. Nominal impedance range is from 8 ohms to 4 ohms. For the immersive Atmos experience, ഇവിടെ കെഫിൻ്റെ CI160QR speakers ആണ് നൽകിയിരിക്കുന്നത്. Nominal impedance is of 8 ohms. Sensitivity 89 dB. Frequency response is from 38 Hz to 34 kHz, ensuring precise and immersive soundscapes. രണ്ട് subwoofers ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. The powerful definitive technology DN10 and DN12. Big boomy bassന് പുറമെ ഈ subwoofers നമുക്ക് നൽകുന്നത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന thunderous bass ആണ്. DN10ൽ വരുന്നത് 10 ഇഞ്ചിൻ്റെ ലോങ് ത്രോ വൂഫറും ഡ്യുവൽ 10 3XR ബേസ് റേഡിയേറ്റർ കൺഫിഗറേഷനുമാണ്. ഇതിൻ്റെ പവർ വരുന്നത് 200 വാട്ട്സ് കണ്ടിന്യൂസ് RMS പവറാണ്. DN12ൽ വരുന്നത് 12-ഇഞ്ച് ലോങ് ത്രോ വൂഫറും ഡ്യുവൽ 12-ഇഞ്ച് 3XR ബേസ് റേഡിയേറ്റർ കൺഫിഗറേഷനുമാണ്. ഇതിൻ്റെ പവർ വരുന്നത് 500 വാട്ട്സ് കണ്ടിന്യൂസ് RMS ആണ്. ഇതെല്ലാം ഇത്രയും ഭംഗിയായി ചെയ്തിട്ട് അതിനോട് യോജിക്കുന്ന സീറ്റിംഗും കൂടെ വേണ്ടേ? അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോം തിയേറ്ററിൻ്റെ കളർ പാനലായി നല്ല രീതിയിൽ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ബർഗണ്ടി കളേർഡ് ഇലക്ട്രോണിക് റിക്ലൈനർ സീറ്റ്സ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫ്രണ്ട് റോയിൽ 3 സീറ്ററും ബാക്ക് റൈസറിൻ്റെ മേളിലായിട്ട് 4 സീറ്ററാണ് ഈ ഒരു റിക്ലൈനേഴ്സ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഏതൊരു മൂവി കാണണമെങ്കിലും മ്യൂസിക് എൻജോയ് ചെയ്യണമെങ്കിലും ഈ ഒരു വിശാലമായ സ്ഥലത്ത് നമ്മൾക്കിരുന്ന് ഇതൊക്കെ ചെയ്യാം. ഈ മോട്ടറൈസ്ഡ് റിക്ലൈനേഴ്സ് വരുന്നത് റിക്ലൈനേഴ്സ് ഇന്ത്യയുടേതാണ്. അതുകൊണ്ട് തന്നെ ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. ഈ ഒരു ഹോം തിയേറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്ന കേബിൾസ് എല്ലാം തന്നെ ബ്രാൻഡഡ് കേബിൾസ് ആണ്. HDMI കേബിൾസിൻ്റെ കാര്യത്തിൽ സെസ്കിറ്റ് മായ 8Kയും അതേപോലെ തന്നെ സ്പീക്കേഴ്സിൻ്റെ കേബിൾസ് വരുമ്പോൾ പ്രൊഫി ഗോൾഡ് 2.5 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ടെക്നിക്കൽ സ്പെക്ക് വരുന്നത് പ്രൊജക്ടറിൻ്റെ ആണ്. ഇവിടെ ലൈഫ് ലൈക്ക് പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ബെൻക്യൂൻ്റെ W4000i പ്രൊജക്ടറാണ്. ട്രൂ 4K UHD റെസൊല്യൂഷനും 3200 ANSI ലൂമൻസും ഈ പ്രൊജക്ടർ നൽകുന്നു. സിനി മാസ്റ്റർ ചെയ്യുന്ന കളർ ഫോമാറ്റായ DCI-P3 100% ആണ് ഈ പ്രൊജക്ടറിൻ്റെ ഹൈലൈറ്റ്. 10 വർഷം വരെ ലൈഫ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന LED സോഴ്സ് ആണ് ഈ ഒരു മോഡൽ നൽകുന്നത്. ഈ വിഷ്വൽസ് ഒക്കെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് ഫെയ്ത്ത്ഫുള്ളി റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു എലമെൻ്റ് ആയിട്ടാണ് എലീറ്റ് 150-inch
എഡ്ജ്ലെസ് അക്കൂസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് സ്ക്രീൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബെസൽ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന മൂവീസിനൊക്കെ ആ ഒരു ഇമേഴ്സീവ്നെസ് എഫക്റ്റ് കൂടുതലായിരിക്കും. വേറൊരു യുണീക്ക് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്രീൻ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ബാക്കിലുള്ള സ്പീക്കേഴ്സ് നമുക്ക് എപ്പോഴെങ്കിലും മാറ്റണം, ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊവിഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ എലമെൻസും ഓരോ എക്വിപ്മെൻറ്റ്സും ഒന്നിനൊന്നിന് മെച്ചം തന്നെയാണ്. മറാൻ സിനിമ 50 പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രീമിയം സൗണ്ട് സിഗ്നേച്ചറിനെ വളരെ എക്സ്പ്രസീവായിട്ടാണ് ഡെഫിനിറ്റീവ് ടെക്നോളജിയുടെ സ്പീക്കേഴ്സ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലുള്ള എല്ലാ സ്പീക്കേഴ്സും സബ്വൂഫേഴ്സും ഒക്കെ ഹിഡൻ ആയതുകൊണ്ട് തന്നെ വ്യൂവേഴ്സിന് വളരെ റിച്ച് ആൻഡ് ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. AVRM സ്പീക്കേഴ്സും സബ്വൂഫേഴ്സിനൊക്കെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അക്കൂസ്റ്റിക് ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ദാറ്റ് അക്കൂസ്റ്റിക് ഡിസൈൻസ് പ്ലേ ഇൻ ബിൽഡിംഗ് എ ഹോം തിയേറ്റർ. നമുക്കിനി രഞ്ജിത്ത് സാറിനെയും ഫാമിലിനെയും ഇൻവൈറ്റ് ചെയ്യാം. ഹായ് സർ. ഹലോ. ഹായ്. ഓക്കെ, സോ സാറിന് എന്തായാലും ഈ ഒരു ഹോം തിയേറ്ററിന് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ക്ലൈമാക്സ് സിനിമാസിനെ കുറിച്ച് അറിഞ്ഞതും ഹൗ ഡിഡ് യു അപ്രോച്ച് ദാറ്റ്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ വന്നതാണ്. നമുക്ക് ഓൾറെഡി ദുബായിൽ നമ്മൾ ഈ സെയിം ഏരിയ, അതായത് സിനിമ, ഹോം ഓട്ടോമേഷൻ ബിസിനസ് റൺ ചെയ്യുന്നൊരു കമ്പനിയുടെ ഓണറാണ് ഞാൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നാട്ടിൽ ഇത് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പ്ലാൻ നമുക്ക് നമ്മുടെ ടീമിനെ വെച്ച് ചെയ്യിക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് ഡിഫിക്കൽട്ടീസ്, അതിനൊരു ഷെഡ്യൂൾ കണ്ടെത്തണം, കൊണ്ടുവരണം, ആ ടൈം മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് നമ്മൾ നാട്ടിലാരെങ്കിലും ഒരു പ്രൊഫഷണൽ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ബേസിക്കലി അക്കോസ്റ്റിക് വർക്ക് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്നായിരുന്നു നമ്മുടെ ഒരു ആദ്യത്തെ ഒരു ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് വീഡിയോസ്, കേരളത്തിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെയെല്ലാം നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടു. അങ്ങനെ 3-4 ടീമിനെ ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്തു. അപ്പോൾ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്കതൊരു ക്വിക്കായിട്ടുള്ളൊരു ഫീഡ്ബാക്കൊന്നും അവർ സൈഡിൽ നിന്ന് കിട്ടിയിട്ടില്ല. നാട്ടിലറിയപ്പെടുന്ന മെയിൻ ഫ്രണ്ട് എൻഡിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഫാസ്റ്റ് റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് അവരെ ഒഴിവാക്കിയിട്ട് അങ്ങനെ വീണ്ടും അങ്ങനെ പല ആൾക്കാരിൽ ഒരാളായിട്ട് നമ്മൾ ക്ലൈമാക്സിനെ കോൺടാക്ട് ചെയ്തപ്പോൾ മിസ്റ്റർ അനന്തു എന്ന് പറഞ്ഞ ആളായിരുന്നു. പുള്ളിക്കാരൻ ഇമ്മീഡിയറ്റ്ലി എനിക്ക് റെസ്പോൺസ് തന്നു. അതുപോലെ വിത്തിൻ ഐ തിങ്ക് 2 days ഹി സബ്മിറ്റഡ് ദ ഫസ്റ്റ് ലേ ഔട്ട്. 3D റെൻഡേഴ്സ് എനിക്ക് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ക്വൈറ്റ് ഹാപ്പി ബിക്കോസ് ഓഫ് ദ ഫാസ്റ്റ് റെസ്പോൺസ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാനൊരു ടാർഗറ്റ് ടൈം ഒരു ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് സോ ക്വിക്ക് ആക്ച്വലി. 30 days, വിത്തിൻ 30 days ഐ നീഡ് ടു ഫിനിഷ് ഓഫ് ദ ഹോൾ വർക്ക്. കാരണം ഞാൻ ഓൾറെഡി നമ്മൾ ടിക്കറ്റ് എടുത്ത് ഈ ഒരു ഡേറ്റിൽ വരാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവരതും എഗ്രി ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു പ്രൊസീഡ് ചെയ്യാം. അങ്ങനെയാണ് ക്ലൈമാക്സിലേക്ക് എത്തിയത്. ആൻഡ് ദ ഹോൾ ടീം ഹു വർക്ക് ഹിയർ, എല്ലാവരും, ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞാൽ സഞ്ജയ്, ജസീൽ, ഇവരെല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. ഇവിടെ തന്നെയായിരുന്നു, നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയായിരുന്നു നമ്മൾ അവരെ ട്രീറ്റ് ചെയ്തത്. സോ ഓവറോൾ വർക്കും നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. സാറിന് എന്തെങ്കിലും കൺസേൺസ് എന്തെങ്കിലും ഉണ്ടോ? സാധാരണ ചെയ്യുന്ന ആളായതുകൊണ്ട് അത് തന്നെ ഫൈനൽ പ്രോഡക്റ്റ് വന്നപ്പോൾ ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? It's good actually. They've done very good job actually. Each and every things they've done, it's nice. ഓക്കെ, ഇനി മാമിലേക്ക് വരാണ്. അപ്പോൾ മാം എപ്പോഴും യൂസ് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ മാമിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ വർക്കിംഗ് ടൈമിൽ? അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടപ്പോൾ എക്സ്പെക്റ്റേഷൻസ് എക്സീഡ് ചെയ്തോ? എന്താ തോന്നുന്നത്? എനിക്ക് അങ്ങനെ സിനിമ കാണണമെന്നൊന്നും അങ്ങനെ ഒരുപാട് ആഗ്രഹമുള്ള ആളൊന്നുമല്ല. എന്നാലും ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് സിനിമയൊക്കെ കാണുന്നതും. അപ്പോൾ ഒരുപാട് സിനിമയൊന്നും കാണാൻ സമയം കിട്ടിയിട്ടില്ല. എന്നാലും ഓവറോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ സിനിമ കാണാൻ പോകണം, തിയേറ്ററിൽ പോകണം, ഏട്ടൻ്റെ അവൈലബിലിറ്റി നോക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നല്ലേ. ഇപ്പോൾ നമുക്ക് എനി ടൈം വന്നിരുന്ന് സിനിമ കാണാം. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും വന്നിരുന്ന് കാണാറുണ്ട്. ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. ഇതല്ലേ തന്നെ പോകാൻ പഠിക്കുന്ന സ്കൂളാണ് എന്ന് വെച്ചാല് ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ജന്മം കൊണ്ട് ആരും ബ്രാഹ്മണനാവില്ല, കർമ്മം കൊണ്ടാ. നിങ്ങളുടെ സ്വപ്നങ്ങളിലെ പോലെ ഒരു ഹോം തിയേറ്റർ നിങ്ങളുടെ വീട്ടിലും ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ക്ലൈമാക്സ് സിനിമാസിനെ കോൺടാക്ട് ചെയ്യൂ. ഞങ്ങളുടെ സർവീസസ് സൗത്ത് ഇന്ത്യ മുഴുവൻ തന്നെ ഉണ്ട്. ദിസ് ഇസ് മാൽവിക ജോൺ സൈനിങ് ഓഫ്.